സോ ഹലോ ഗൈസ്, എൻ്റെ പേര് ഓസ്റ്റിൻ ആൻഡ് യു വാച്ചിങ് ടെക് മെട്രിക്സ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഹാൻഡിൽഡ് ആയിട്ട് എടുക്കുന്ന വീഡിയോസ് സ്റ്റെബിലൈസ് ചെയ്ത് എടുക്കാം നമ്മൾ നോക്കി. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ആ കാർഡിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രീവിയസ് വീഡിയോ കാണാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഇമെയിൽ ID ഇല്ലാതെ തന്നെ ഇമെയിൽ അയക്കാമെന്നാണ്, അല്ലെങ്കിൽ അനോണിമസ് ആയിട്ടൊരു ഇമെയിൽ എങ്ങനെ അയക്കാം. അതായത് ഞാനിപ്പോൾ നിങ്ങൾക്കൊരു മെയിൽ അയക്കുകയാണെങ്കിൽ ഞാൻ അയക്കുന്നത് എൻ്റെ മെയിലൊന്നും ആവില്ല, ബട്ട് ഒരു കസ്റ്റമർ ഇമെയിലിനായിരിക്കും ഞാൻ നിങ്ങൾക്ക് മെയിൽ അയക്കുക. അതായത് അപ്പോൾ നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്ന ആൾക്ക്, അതായത് ഞാൻ നിങ്ങൾക്കൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ആരാണ് ആ മെയിൽ അയച്ചതെന്ന് അറിയില്ല. കാരണം മുകളിൽ നമ്മുടെ ഇമെയിൽ ഐഡിക്ക് പകരം നോ റിപ്ലൈ gmail.com അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഇമെയിൽ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമെയിൽ റിസീവ് ചെയ്യുന്ന ആളറിയാൻ പാടില്ല ആരാണ് സെൻഡർന്ന്, പക്ഷെ നമുക്ക് നമ്മുടെ മെസ്സേജ് കൺവേ ചെയ്യാനും പറ്റണം. അപ്പോൾ അധികം ഡിലേ ചെയ്ത് നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അതായത് സംഭവം ഇത്രയുള്ളൂ. നമ്മൾ ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ആപ്ലിക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമ്മൾ അയക്കുന്ന ഇമെയിലുകളുടെ എല്ലാം റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെ ആയിരിക്കും. ഈ ആപ്ലിക്കേഷനായിട്ട് ഇതിനായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്തതിന് ശേഷം നമ്മളിവിടെ കമ്പോസ് ഇമെയിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഫ്രം നോ റിപ്ലൈ എന്ന് പറഞ്ഞൊരു സാധനമാണ് കാണുന്നത്. ഫ്രം നോ റിപ്ലൈ @anonymousmail.com എന്ന് കാണാം. അത് കഴിഞ്ഞാൽ നമുക്ക് ആർക്കാണ് മെസ്സേജ് അയക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെസ്സേജ് അയക്കേണ്ട ഇമെയിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ കമ്പോസ് നമുക്ക് ആവശ്യമുള്ള മെയിൽ കമ്പോസ് ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്യാം. അപ്പോൾ മെയിൽ കമ്പോസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കൂടി ചെയ്യേണ്ടത് ഇവിടെ സെൻഡാണ്. സെൻഡ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത ഇമെയിൽ ഐഡിയിലേക്ക് നമ്മളിപ്പോൾ അയച്ച കണ്ടൻറ്റ് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ വീഡിയോ നിങ്ങൾക്ക് ലഭിച്ച അറിവ് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്, ആൻഡ് നമുക്കിനി പുതിയൊരു വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.